ഓക്കേ, അപ്പോ നമുക്കിതൊന്ന് ഡീപ്പായിട്ട് നോക്കിയാലോ? തീർച്ചയായും. നിങ്ങൾ തന്ന ഈ റിപ്പോർട്ടുകൾ വായിച്ചപ്പോ എന്റെ മനസ്സിൽ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണ് പോളിക്രൈസിസ്. ഉം, കേരളത്തിലെ യുവജനങ്ങള്, പ്രത്യേകിച്ച് ജെൻസി, ഇന്ന് നേരിടുന്നത് അതാണ്. അതായത് പലതരം പ്രതിസന്ധികൾ ഒരേ സമയം വരുന്നത്. അതെ, എല്ലാം കൂടി ഒന്നിച്ചു വരുന്നു. പഠനത്തിലെ ടെൻഷൻ, നല്ലൊരു ജോലിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, പിന്നെ എപ്പോഴും ഓണായിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ സമ്മർദ്ദം. അതൊരു വലിയ ഭാരം തന്നെയാണ്. അപ്പോ ഈ ഡീപ്പ് ഡ്രൈവിൽ നമ്മൾ നോക്കുന്നത് ആ സ്ഥിരം കൗൺസിലിംഗ് റൂട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി നമ്മുടെ ശരീരത്തെയും ചുറ്റുമുള്ള പ്രകൃതിയെയും ഉപയോഗിച്ച് ഇതിനെങ്ങനെ നേരിടാം എന്നാണ്. അതെ, ആ പോയിന്റ് വളരെ പ്രധാനമാണ്. കാരണം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പോലെ സ്ട്രെസ് എന്നത് നമ്മുടെ തലയിൽ മാത്രമുള്ളൊരു കാര്യമല്ല. അതായത് ദീർഘകാലം ടെൻഷൻ അടിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ നിർത്താതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഫലമാണ് പലപ്പോഴും വരുന്ന തലവേദന, ഗ്യാസ് ട്രബിൾ, ഉറക്കമില്ലായ്മ ഒക്കെ. അതുകൊണ്ട് തന്നെ പരിഹാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ശരിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നക്കാരനിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഡിജിറ്റൽ ലോകം. തീർച്ചയായും. റിപ്പോർട്ടിൽ പറയുന്ന ഡിജിറ്റൽ മിറർ ഇഫക്റ്റ് എന്നൊരു കാര്യമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആ പെർഫെക്റ്റ് ജീവിതവുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുതരം അപകർഷതാബോധം വരും. അതെ. ITC ഫിയാമയുടെ പഠനം പറയുന്നത് 61% ജെൻസി ചെറുപ്പക്കാരുടെയും ഉറക്കം ഇത് കാരണം താളം തെറ്റുന്നുണ്ടെന്നാണ്. അതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. എന്നാൽ ഇതിനെ മറികടക്കാൻ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കിടിലൻ ഐഡിയയാണ് ബയോ ഹാക്കിംഗ്. അതിൽ തന്നെ ഏറ്റവും സിമ്പിളായ ഒന്ന് തണുത്ത വെള്ളത്തിലെ കുളി. അതെ, കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം, പക്ഷെ ഇതിന്റെ പിന്നിലെ ശാസ്ത്രം വളരെ രസകരമാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ കുളിയുടെ അവസാനം ഒരു 30 സെക്കൻഡ് തണുത്ത വെള്ളം ദേഹത്തൊഴിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലെ വേഗസ് നാഡിയെ ആക്ടിവേറ്റ് ചെയ്യും. വേഗസ് നാഡിയോ? അതെ, ഈ നാഡിയാണ് നമ്മുടെ ശരീരത്തിന്റെ റിലാക്സ് ബട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മളെ ശാന്തമാക്കും. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അതല്ല. പിന്നെന്താണ്? പഠനങ്ങൾ പറയുന്നത് തണുത്ത വെള്ളത്തിലെ ഈ ചെറിയ ഷോക്ക് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന ഹാപ്പി ഹോർമോണിന്റെ അളവ് 250% വരെ കൂട്ടുമെന്നാണ്. ഒരു മിനിറ്റ്, 250%? ശരിക്കും അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതെ, 250%. വെറും 30 സെക്കൻഡ് തണുത്ത വെള്ളം കൊണ്ട് ഇത്രയും വലിയൊരു കെമിക്കൽ മാറ്റം നമ്മുടെ തലച്ചോറിൽ നടക്കുമെന്നോ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇത് നിങ്ങളുടെ ഫോക്കസും എനർജിയും ദിവസം മുഴുവൻ നിലനിർത്താൻ സഹായിക്കും. ഒരു കോഫി കുടിക്കുന്നതിനേക്കാൾ വലിയൊരു എനർജി ബൂസ്റ്റ്. ഇത് കൊള്ളാമല്ലോ. ഈ തണുത്ത വെള്ളത്തിലെ കുളി പോലെ വേറെയും വഴികളുണ്ടോ നമ്മുടെ ശരീരത്തെ തന്നെ ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യാൻ? ഉണ്ട്. അതിലൊന്നാണ് സൊമാറ്റിക് തെറാപ്പി എന്ന ആശയം. റിപ്പോർട്ടിൽ പറയുന്ന ബട്ടർഫ്ലൈ ഹഗ് എന്ന സംഭവം, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതെ, 2 കൈകളും നെഞ്ചിൽ പിണച്ചുവെച്ച് തോളുകളിൽ മാറി മാറി പതുക്കെ തട്ടുന്നത്. ഇത് പരീക്ഷാ ഹാളിൽ പോലും ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ഇത് ശരിക്കും പ്രവർത്തിക്കുമോ? ഒരു ചെറിയ ആലിംഗനം കൊണ്ട് ഉത്കണ്ഠ കുറയുമോ? നല്ല ചോദ്യമാണ്. ഇതിന്റെ പിന്നിലെ ആശയം സിമ്പിൾ അല്ല. ഇതിനെ ബൈലാറ്ററൽ സ്റ്റിമുലേഷൻ എന്ന് പറയും. ബൈലാറ്ററൽ സ്റ്റിമുലേഷൻ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇരുവശങ്ങളെയും ഒരേ താളത്തിൽ ഉത്തേജിപ്പിക്കുമ്പോൾ അത് തലച്ചോറിന്റെ 2 ഭാഗങ്ങളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നു. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാൻ സഹായിക്കും. മൃഗങ്ങൾ അപകടം കഴിയുമ്പോൾ ശരീരം വിറപ്പിച്ച് ടെൻഷൻ കളയുന്നത് പോലെയാണിത്. നമ്മൾ അടക്കിവെച്ച ഊർജത്തെ പുറത്തുവിടാനുള്ളൊരു വഴിയാണിത്. അപ്പോ നമ്മൾ ശരീരത്തെ ശ്രദ്ധിച്ചു, ഡിജിറ്റൽ ലോകത്തെയും ശ്രദ്ധിച്ചു. ഇനി പ്രകൃതിയിലേക്ക് വന്നാലോ? അതെ, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി ഒരു വലിയ ഔഷധമാണ്. അതാണ് എക്കോതെറാപ്പി എന്ന ആശയം. ജപ്പാനിലെ ഷിൻറിൻ-യോക്കു അല്ലേ, ഫോറസ്റ്റ് ബാത്തിംഗ്? കൃത്യം. ഇതില് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ പുറത്തുവിടുന്ന ഫൈറ്റോൺസൈഡുകൾ എന്ന രാസവസ്തുക്കളാണ്. ഫൈറ്റോൺസൈഡ്സ്? നമ്മൾ കാട്ടിലൂടെ നടക്കുമ്പോൾ ഇത് ശ്വസിക്കും. അത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് സ്വാഭാവികമായി കുറയ്ക്കും. അപ്പോൾ നമ്മൾ വെറുതെ ഒരു വയനാട്ടിലേക്കോ ഗവിയിലേക്കോ യാത്ര പോകുന്നത് ഒരു ട്രെക്കിംഗ് മാത്രമല്ല, അതൊരു തരം ചികിത്സ കൂടിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും. അതൊരു വെറും കാഴ്ച കാണലല്ല, അതൊരു ചികിത്സ കൂടിയാണെന്ന് ഓർക്കുക. ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്ട്രെസ്സിനെ നേരിടാൻ എപ്പോഴും വലിയ വില കൂടിയ ചികിത്സകളൊന്നും ആവശ്യമില്ല എന്നാണ്. അതെ, വളരെ ശരിയാണ്. ഒരു മിനിറ്റ്, തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെയോ സ്വയം ഒന്ന് ചേർത്ത് പിടിക്കുന്നതിലൂടെയോ
അല്ലെങ്കിൽ അടുത്തുള്ള പാർക്കിൽ കുറച്ചു നേരം ഫോൺ ഓഫ് ചെയ്ത് വെറുതെ ഇരിക്കുന്നതിലൂടെയോ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ശരീരത്തെ ശ്രദ്ധിച്ചാൽ മനസ്സ് താനേ കൂടെ വരും. അതെ. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. ഈ റിപ്പോർട്ട് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്ട്രെസ് എന്നത് തോൽപ്പിക്കേണ്ട ഒരു ശത്രുവല്ല, മറിച്ച് നിങ്ങളുടെ ശരീരവും മനസ്സും നൽകുന്ന ഒരു സിഗ്നലാണ്. വളരെ ശരിയാണ്. കൂടുതൽ സ്ക്രീൻ ടൈം വേണം എന്നല്ല, ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം ആവശ്യപ്പെടുന്നത് അല്പം തണുത്ത വെള്ളമോ കുറച്ചു പച്ചപ്പോ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന്റെ തട്ടലോ ആകാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തു കരുതുന്നു? ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇവർ ആശയവിനിമയത്തിനായി വാട്സാപ്പ് മാത്രം, അതും ഒരൊറ്റ നമ്പർ 9633300287 തെരഞ്ഞെടുത്തത്? അതാണ് ഇതിലെ ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള ഒരു മൂവ്. പുതിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട, ഒരു വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യേണ്ട. അതെ. പിന്നെ ഫോണിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമോ എന്ന പേടി വേണ്ട. ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആലോചിച്ച് മറുപടി പറയാൻ കുറച്ച് സമയം കിട്ടും. ഇത് ശരിക്കും ഉപഭോക്താവിന്റെ സൈക്കോളജി എത്ര ആഴത്തിൽ അവർക്ക് മനസ്സിലായി എന്ന് കാണിക്കുന്നുണ്ട്. സഹായം ചോദിക്കാനുള്ള ആ ഒരു മടി. അതെ, ആ മടി അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് എന്ന പ്രധാന തടസ്സത്തെയാണ് ഈ വാട്സാപ്പ് മോഡൽ മറികടക്കുന്നത്.